ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യ ഉത്തരവിലെ കൂടുതൽ വിശദാംശങ്ങൾ മീഡിയ വണ്ണിന്. കട്ടിളപ്പാളികൾ കൊടുത്തുവിട്ടതിൽ തന്ത്രിക്ക് ദുരുദ്ദേശമുണ്ടായിരുന്നില്ലെന്നും തന്ത്രി ദേവസ്വം മാനുവൽ ലംഘിച്ചിട്ടില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേസിൽ തന്ത്രിയുടെ സാമ്പത്തിക സ്ഥിതി ഒരു തെളിവല്ല. കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് തന്ത്രിയോട് അനുജ്ഞ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പ്രഥമ ദൃഷ്ട്യാ പോലും തെളിവില്ലെന്നും കൊല്ലം വിജിലൻസ് കോടതി നിരീക്ഷിച്ചു. പോറ്റി തന്ത്രി വാദത്തെക്കുറിച്ച് പ്രതിരോധിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിനായില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, എന്തായാലും ഇന്നലെ കോടതിയുടെ ഉത്തരവിലുള്ള ചില കാര്യങ്ങൾ അത് SITക്കും ഒപ്പം തന്നെ SITയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലേക്ക് SIT തള്ളിവിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ SIT എടുത്ത നടപടിയെ കൂടെ ചോദ്യം ചെയ്യുന്നതാണ്. അത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ SIT എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക, എങ്ങനെയാണ് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് SIT എന്താണോ വാദിച്ചിരുന്നത് അതൊന്നും കോടതിയിൽ തെളിയിക്കാൻ പോലും SITക്ക് ആയിട്ടില്ല. അപ്പോൾ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് SIT കൃത്യമായ കാര്യങ്ങൾ പാലിച്ചില്ല, അല്ലെങ്കിൽ കൃത്യമായ തെളിവ് SITക്ക് ഉണ്ടായിരുന്നില്ല, പിന്നീട് എന്തിനാണ് ഈ നടപടി തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ മറുപടി പറയേണ്ടതായി വരും. തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യവും. എന്തിനാണ് തന്ത്രിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ ഉത്തരവിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ പ്രസക്തമാകുകയും ചെയ്യുന്നത്. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനുശേഷം SIT കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ, അതോടൊപ്പം തന്നെ വാദങ്ങൾ, അതിനെയെല്ലാം പൂർണ്ണമായും തള്ളുന്നതാണ് ഈ കൂടുതൽ വിവരങ്ങൾ എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുത്തത് ബോർഡാണ്. അതിൽ ഭരണപരമായ ഉത്തരവാദിത്വം തന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. ആചാരപരമായി എന്തെങ്കിലും ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അത് മാത്രമാണ് പരിശോധിക്കുക എന്നുള്ളതാണ് തന്ത്രിയുടെ ഉത്തരവാദിത്തമാണെന്ന് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി SITക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധം തള്ളുന്ന രീതിയിലുള്ള കണ്ടെത്തലുകളാണ് ഈ ഉത്തരവിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. SIT ആദ്യഘട്ടം മുതൽ പറയുന്നത് തന്ത്രിയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചുള്ള പരിചയമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കോടതിയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ തന്ത്രിയും ഈ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, അവർ ഒരുമിച്ചുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം അല്ലെങ്കിൽ ഈ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കാര്യങ്ങളാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ, വിവരങ്ങൾ അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുന്നത്. തന്ത്രിക്ക് ഏകദേശം 2 കോടിയിലധികം രൂപയുടെ സ്വത്തുണ്ട്, ഇതിന് കൃത്യമായി കണക്കില്ല, ഭാര്യയുടെ പേരിലും സ്വത്തുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എന്തെങ്കിലും തരത്തിൽ തന്ത്രി സാമ്പത്തികപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളിൽ ഇല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം കൂടി SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഈ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊടുത്തുവിട്ടതിൽ ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്ത്രിയുടെ ഭാഗത്തുനിന്ന് സംശയം. അപ്പോൾ തന്ത്രി ചെയ്ത കാര്യങ്ങളിൽ ഒരു ദുരുദ്ദേശപരമായ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് കോടതിയുടെ തന്നെ നിരീക്ഷണങ്ങൾ ഇരിക്കെ SIT ഇനി എങ്ങനെയായിരിക്കാം ഈ പ്രതിസന്ധി മറികടക്കുക എന്നുള്ളത് കൂടിയാണ് ഉയരുന്ന ചോദ്യം. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.